Happy welcome to SJS, the splendid John Towards Symphony. നമ്മുടെ ചിന്തകൾക്കും വിശ്വാസങ്ങൾക്കും അനുസരിച്ചാണ് നമ്മൾ ജീവിതത്തിൽ സംഭവിക്കുക എന്നുള്ളതാണ് പ്രകാശനത്തോട് അർത്ഥമാക്കുന്നത്. നമ്മുടെ ചിന്തകൾ നമ്മുടെ സ്വപ്നങ്ങളെ കുറിച്ചാണെങ്കിൽ അത് സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. നമ്മുടെ ബ്രെയിൻ ഒരു ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റിംഗ് മെഷീനായി പ്രവർത്തിക്കുന്നു. നമ്മുടെ ബ്രെയിൻ സ്റ്റെമ്മിലുള്ള റാസ് റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ഒരു ഫിൽറ്ററായി പ്രവർത്തിച്ച് നമ്മുടെ ചിന്തകൾക്കും ലക്ഷ്യത്തിനും അനുസരിച്ചുള്ള കാര്യങ്ങളെ മാത്രം നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടുന്നു. ഈ റാസ് ഒരു ഗോൾ ഓറിയന്റേഷൻ റഡാറായി പ്രവർത്തിക്കുന്നു. നമ്മുടെ ചിന്തകൾക്കും ലക്ഷ്യത്തിനും അനുസരിച്ചുള്ള കാര്യങ്ങൾക്ക് യോജിച്ച ചില പാറ്റേണുകളും സന്ദർഭങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് അത് നോട്ടീസ് ചെയ്യാനായി കടത്തിവിടുന്നു. ലോ ഓഫ് അട്രാക്ഷനിൽ റാസിന്റെ പ്രധാനമായ ഫങ്ഷൻസ് താഴെ പറയുന്നവയാണ്. ഇത് ഒന്നാമത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് സെലക്റ്റീവ് ഫിൽറ്ററിംഗ്. നമ്മുടെ മുന്നിൽ വരുന്ന മില്യൺസ് ഓഫ് ഡേറ്റകളിൽ നിന്ന് ഈ റാസ് നമ്മുടെ ആ സമയത്തെ ഇമോഷന് യോജിക്കുന്ന, നമ്മുടെ ശക്തമായ ഇമോഷനും ഗോളിനും യോജിക്കുന്ന ഡേറ്റകൾ മാത്രം നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടുന്നു. അങ്ങനെ നമ്മളിലേക്ക് എത്തുന്ന ഡേറ്റകൾ നമ്മുടെ ഗോളിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കാം. റാസിന്റെ രണ്ടാമത്തെ ഫംഗ്ഷനാണ് ഗോൾ വാലിഡേഷൻ. നാം ഒരു ഗോൾ സെറ്റ് ചെയ്ത് അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ റാസ് നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ ഗോളിനെ വാലിഡേറ്റ് ചെയ്യുന്ന ഡേറ്റകൾ എത്തിക്കും. നമുക്ക് ആ ഗോൾ നേടാൻ സാധിക്കുമെന്ന് നമ്മെ വിശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള ഡേറ്റകൾ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാനായി റാസ് അല്ലെങ്കിൽ റെറ്റിക്കുലർ ആക്ടിവേറ്റി സിസ്റ്റം ശ്രമിക്കും. ലോ ഓഫ് അട്രാക്ഷനിൽ റെറ്റിക്കുലർ ആക്ടിവേറ്റി സിസ്റ്റത്തിന്റെ മൂന്നാമത്തെ ഫംഗ്ഷനാണ് ഓപ്പർച്യൂണിറ്റി റെക്കഗ്നീഷൻ. നമുക്ക് ഒരു ഗോൾ ഉണ്ടാകുമ്പോൾ അതിനു വേണ്ട അവസരങ്ങളെയും വ്യക്തികളെയും സംഭാഷണങ്ങളെയും ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന ഒരു സെർച്ച് എഞ്ചിനായി റാസ് പ്രവർത്തിക്കും. അങ്ങനെ നമ്മുടെ ഗോളിലേക്ക് എത്താനുള്ള സാധ്യത നമുക്ക് വളരെ കൂടുതലാണ്. ലോ ഓഫ് അട്രാക്ഷനിൽ റാസിന്റെ നാലാമത്തെ ഫംഗ്ഷനാണ് ബിലീഫ് റീഇൻഫോഴ്സ്മെന്റ്. നമ്മുടെ വിശ്വാസം എന്താണോ അതിനെ ഊട്ടി ഉറപ്പിക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് റാസ് എത്തിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഗോൾ നേടാനായി നമ്മുടെ വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ വിശ്വാസം തെളിയിക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ എപ്പോഴും നമ്മുടെ ബ്രെയിൻ നടത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മുടെ വിശ്വാസം എന്താണോ അതിനെ ഒന്നും കൂടി ഉറപ്പിക്കാനുള്ള കാര്യങ്ങളായിരിക്കാം നമ്മുടെ റാസ് ഉള്ളിലേക്ക് കടത്തിവിടുന്നത്. ഈ ലോ ഓഫ് അട്രാക്ഷനിൽ റാസിന്റെ അഞ്ചാമത്തെ ഫംഗ്ഷനാണ് ടേക്കിംഗ് ആക്ഷൻ. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് റാസ് തരും. അതിനുവേണ്ട ആളുകളെയും അതിനുവേണ്ട അവസരങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് റാസ് എത്തിക്കും. റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനും കോൺഷ്യസ് മൈൻഡിനും ഇടയ്ക്കുള്ള ഒരു ബ്രിഡ്ജാണ്. ഈ റാസിനെ കൃത്യമായി പ്രോഗ്രാം ചെയ്ത് നമുക്ക് നമ്മുടെ ഗോളുകൾ വേഗത്തിൽ നേടാൻ സാധിക്കും. റാസിനെ പ്രോഗ്രാം ചെയ്യാനുള്ള 4 മെത്തേഡ്സ് നമുക്കിവിടെ കാണാം. ഒന്നാമത്തെ മെത്തേഡാണ് വിഷ്വലൈസേഷൻ. നാം നമ്മുടെ ഗോള് നേടിക്കഴിഞ്ഞതായിട്ട് വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് കൂടുതൽ അവസരങ്ങളും അതിനു വേണ്ട ഓപ്പർച്യൂണിറ്റികളും അവസരങ്ങളും ഒക്കെ എത്തിക്കാനായിട്ട് റാസിന് സാധിക്കും. അടുത്ത ഒരു പ്രോഗ്രാമിംഗ് മെത്തേഡാണ് അഫോർമേഷൻ. പോസിറ്റീവായ സെന്റൻസുകൾ നാം നമ്മുടെ ഗോളിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് അഫേം ചെയ്യുമ്പോൾ നമ്മുടെ റാസ് കൂടുതൽ നല്ല കാര്യങ്ങളിലേക്കും നമ്മുടെ ഗോളിന് വേണ്ട കാര്യങ്ങളിലേക്കും ഫോക്കസ് ചെയ്യും. റാസിനെ പ്രോഗ്രാം ചെയ്യാനുള്ള മൂന്നാമത്തെ മെത്തേഡാണ് നമ്മൾ ഫോക്കസിങ് ഓൺ ഗുഡ് തിങ്സ് ആൻഡ് സേയിങ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോഴും അത് നന്ദി പറയുമ്പോഴും നമ്മുടെ മുന്നിലേക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ കാണിക്കാനായിട്ട് റാസിന് സാധിക്കും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കാനായിട്ട് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് നമ്മെ സഹായിക്കും. നാലാമത്തെ പ്രാക്ടീസാണ് നമ്മൾ ടേക്കിംഗ് ആക്ഷൻ. നമ്മൾ ഈ ഗോൾ സെറ്റ് ചെയ്യുക മാത്രമല്ല അതിനെ നമ്മൾ ആക്ഷൻ എടുക്കാനും കൂടി ശ്രമിക്കുമ്പോൾ നമ്മുടെ ഓരോ ആക്ഷനും നമ്മുടെ റാസിനെ കൂടുതൽ കൂടുതൽ നല്ല കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് സഹായിക്കും. അങ്ങനെ ഈ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം നമ്മുടെ ബ്രെയിനിലേക്ക് കടത്തിവിടുന്ന പോസിറ്റീവായ കാര്യങ്ങൾ നമ്മുടെ ഗോളിനെ നേടാൻ നമ്മെ സഹായിക്കുന്നു. ഇങ്ങനെ നമുക്ക് റാസിനെ കൃത്യമായി പ്രോഗ്രാം ചെയ്ത് നമ്മുടെ ലക്ഷ്യം നേടി നമുക്ക് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കും. താങ്ക് യു.